ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നൗണിനെ കുറിച്ചിട്ടാണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു ഭാഗമാണ് എന്ത് നൗൺ എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വേർഡ്സും കാര്യങ്ങളും ഒക്കെ പല ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് എന്ത് നൗൺ എന്ന് പറയുന്നത്. അപ്പം നൗൺ എന്താണെന്നും അതിന് 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നും ഇത് എക്സാമ്പിൾസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം നൗൺ എന്താണ്? നൗൺ എ നൗൺ ഈസ് എ വേർഡ് യൂസ് ടു നെയിം എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ ഓർ ക്വാളിറ്റി. എന്താണ് നൗൺ? എ നൗൺ ഈസ് എ വേർഡ് യൂസ് ടു നെയിം എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ ഓർ ക്വാളിറ്റി. ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരു സാധനത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയേനെയോ അല്ലെങ്കിൽ ക്വാളിറ്റി, എന്തെങ്കിലും ഒരു വിശേഷണത്തിനെയോ നമ്മൾ പേര് പറഞ്ഞ് വിളിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. നമ്മളൊരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ഒരു സാധനത്തെയോ എന്തെങ്കിലും ഐഡിയാസിനെയോ എന്തിനെയെങ്കിലും നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എ നൗൺ ഈസ് എ വേർഡ് യൂസ് ടു നെയിം എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ ഓർ ക്വാളിറ്റി. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? നാമം എന്ന് പറയും. ഇനി ടൈപ്സ് ഓഫ് നൗൺ. ടൈപ്സ് ഓഫ് നൗൺ എന്ന് പറയുമ്പോഴത്തേനും മൊത്തത്തിൽ 8 ടൈപ്പ് നൗണുകളുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, പിന്നെന്താ കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, കളക്റ്റീവ് നൗൺ. അങ്ങനെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് നോക്കും. സിമ്പിളാണ്, വളരെ എളുപ്പമെന്ന് പഠിക്കാനായിട്ട് പറ്റും. ആദ്യത്തേത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ. എന്താണ് പ്രോപ്പർ നൗൺ? ഇറ്റ് നെയിംസ് എ സ്പെസിഫിക് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. പ്രോപ്പർ നൗൺ എന്താണ്? ഇറ്റ് നെയിംസ് എ സ്പെസിഫിക് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഫോർ എക്സാമ്പിൾ അരുൺ, മൺഡേ, ദ ബൈബിൾ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ ഒരു വ്യക്തിനെ നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ആ പേര് ചൊല്ലി വിളിക്കുന്നത് എന്താണ്? അതൊരു സ്പെസിഫിക് ആയിട്ടൊരു പേര് വെച്ച് നമ്മൾ ഒരാളെ വിളിക്കുകയാണ്. അപ്പോൾ അരുൺ, ഫോർ എക്സാമ്പിൾ അരുൺ എന്ന് വെച്ചു. അരുൺ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് അരുണെ. കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് നമ്മൾ അരുണിനെ മാത്രം ചൂസ് ചെയ്ത് വിളിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ പേര് വിളിക്കുകയാണ്, ഹായ് അരുൺ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരുൺ മാത്രം നമ്മൾ തിരിഞ്ഞ് നോക്കും അല്ലേ? അപ്പോൾ എന്താണ്? ഒരു സ്പെസിഫിക് ആളെയാണ് നമ്മൾ കണ്ടത്. ആ പർട്ടിക്കുലർ ആളെ നമുക്ക് അവരുടെ പേരെന്താണ്? അരുൺ എന്നാണ്. ഈ അരുൺ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും? ആ അരുൺ മാത്രമായിട്ട് നമ്മളെ തിരിഞ്ഞു നോക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾ നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്നതിനെയാണ്, അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ പേഴ്സൺ, മനുഷ്യനെ മാത്രമല്ല, ഇൻഡിവിജ്വലിനെ മാത്രമല്ല, പിന്നെ നേരെ മറിച്ച് നമുക്കൊരു പ്ലേസിനെ, സ്ഥലത്തെ, ഒരു വസ്തുവിനെ എന്തും ആയിക്കോട്ടെ ഒരു സ്പെസിഫിക് പേര്, പ്രത്യേകതരം പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കും. അടുത്ത എക്സാമ്പിൾ എന്താ? മൺഡേ. മൺഡേ എന്ന് പറഞ്ഞാൽ എന്താ? ദിവസമാണ് അല്ലേ? ഡേയ്സ് ഓഫ് എ വീക്കാണ് എന്ത്? മൺഡേ എന്ന് പറയുന്നത്. അതായത് തിങ്കളാഴ്ചനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൺഡേ എന്ന് വിളിക്കുന്നത്. സോ മൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകും? തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്? സൺഡേ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് തിങ്കൾ. നമുക്കറിയാം, നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ദിവസത്തിൽ നമ്മൾ എന്ത് വിളിക്കും? തിങ്കളാഴ്ച എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു ശനിയും ഞായറും കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എപ്പോഴത്തേക്കാണ്? തിങ്കളാഴ്ചത്തേക്കാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? മൺഡേ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ആണ്, അത് ആ ദിവസമാണ്. തിങ്കളാഴ്ച തിങ്കൾ ഒരിക്കലും, അല്ലെങ്കിൽ മൺഡേ ഒരിക്കലും ട്യൂസ്ഡേ ആവില്ല, ട്യൂസ്ഡേ ഒരിക്കലും വെനസ്ഡേ ആവില്ല അല്ലേ? അപ്പോൾ ആ തിങ്കളാഴ്ച ഇതിന് നമ്മൾ എന്താണ്? സ്പെസിഫിക് ഒരു പേര് കൊടുത്തു. സൺഡേ കഴിയുമ്പോൾ ആ ദിവസത്തെ നമ്മൾ എന്ത് വിളിച്ചു? മൺഡേ എന്ന് വിളിച്ചു. അങ്ങനെ. ഇനി ബൈബിൾ അല്ലേ? ബൈബിളിൻ്റെ ബുക്കാണ്. അതായത് ബൈബിൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഹോളി ബുക്ക്. അത് ഹിന്ദുക്കൾക്ക് വേറെയാണ്, മുസ്ലിങ്ങൾക്കും വേറെയാണ്. ബൈബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്രിസ്ത്യൻസിൻ്റെ ഹോളി ബുക്ക്, ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥനയുള്ളൊരു പ്രത്യേക ബുക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അതാണ് പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് വ്യക്തിക്കോ സ്ഥലത്തിനോ എന്തിനെങ്കിലും ഒരു സ്പെസിഫിക് പേര്, പ്രത്യേക പേര് ചൊല്ലി നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കും. എ ജനറൽ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ് അല്ലേ? ജനറലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോപ്പർ നൗൺ എന്താ? സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നത്, അതിൻ്റെ പർട്ടിക്കുലർ പേര് കൊടുത്ത് വിളിക്കുന്നത്. കോമൺ നൗൺ എന്താ? ജനറൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അതായത് ജനറലായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ടീച്ചർ, സ്കൂൾ, പോയിന്റ്. അതായത്
നമ്മളിപ്പം സ്റ്റേറ്റ് സിലബസിലെ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് വിളിക്കും? ടീച്ചർ എന്ന് വിളിക്കും. അതിപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, ഏത് സ്ഥലത്തിരുന്നായിട്ടും ആയിക്കോട്ടെ, നമ്മളെ പഠിപ്പിക്കുക, നമുക്ക് അറിവ് പറഞ്ഞു തരിക, ഇങ്ങനെ പറയുന്ന ഒരു പർട്ടിക്കുലർ ആൾ നമ്മൾ എന്താണ് എപ്പോഴും വിളിക്കുന്നത്? ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ജോബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ടീച്ചർ എന്ന് വിളിക്കും. അതെന്താണ്? ആ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ടീച്ചേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ അതൊരു കോമൺ നെയിമാണ് അല്ലേ? സ്പെസിഫിക് ഒരാളെ മാത്രമല്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അധ്യാപകനെ ജോലി, അല്ലെങ്കിൽ ടീച്ചിങ് ജോബ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ടീച്ചർ എന്ന് വിളിക്കും. ഇനി സ്കൂൾ എന്താ? ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലേ? നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മുടെ പഠിക്കാൻ നമ്മൾ ചെന്ന് കയറുന്ന ആ വിദ്യാലയം, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? സ്കൂളെന്ന് വിളിക്കും. കുറേ സ്കൂളുകളുണ്ട് നമ്മുടെ സ്ഥലത്ത് അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് വിളിക്കും? സ്കൂളെന്ന് വിളിക്കും. ഇനി പോയറ്റ് എന്താ? കവിത എഴുതുന്ന ആളെയാണ് നമ്മൾ പോയറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഇഷ്ടംപോലെ പോയറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു കവിത എഴുതുന്ന ഒരാളെ നമ്മൾ എല്ലാവരെയും നമ്മൾ എന്ത് വിളിക്കുന്നു? പോയറ്റ് എന്ന് വിളിക്കുന്നു. സോ കോമൺ നൗൺ എന്ന് പറയുന്നത് എന്താ? ജനറലായിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്ലേസിനോ ജനറലായിട്ട് നമ്മളൊരു പേഴ്സണെയോ സ്ഥലത്തെയോ ഒക്കെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൗണിനെയാണ്, ഈ നാമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമൺ നൗൺ എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തത് അല്ലേ? നമ്മൾ പ്രോപ്പർ നൗൺ പഠിച്ചു, കോമൺ നൗൺ പഠിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗണാണ്. നെയിംസ് എ ഗ്രൂപ്പ് അല്ലേ? ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കളക്റ്റീവായിട്ട് വിളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഫാമിലി, ക്ലാസ്, ടീം. അപ്പോൾ അതെന്താ? ഫാമിലി എന്ന് എന്താ? നമുക്ക് നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ പേരൻസ് ഉണ്ടാവും അല്ലേ? അച്ഛനും അമ്മയും ഉണ്ടാവും, സിബ്ലിങ്സ് ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും അല്ലെ? മുത്തശ്ശനും മുത്തശ്ശി, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. സോ ഈ ഒരു കൂട്ടത്തിനെ നമ്മൾ മൊത്തത്തിൽ എന്താ വിളിക്കുന്നത്? ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്നത്? ഫാമിലി എന്നാണ് വിളിക്കുന്നത് അല്ലേ? പേരൻസ് എല്ലാത്തിനെയും കൂടെ നമ്മൾ ചേർന്ന് വിളിക്കുന്നത് നമ്മൾ ഫാമിലി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് കളക്റ്റീവായിട്ട് ഗ്രൂപ്പിനെ നെയിം ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കുട്ടികളല്ലേ? കുറേ കുട്ടികളുണ്ട്, ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ആ ഒരു ക്ലാസ്സിൻ്റെ 50 പേര് 25 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ നമ്മളൊരു ക്ലാസ് റൂമിൽ, സ്കൂളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ്. സ്കൂളിൻ്റെ ഉള്ളിലെ ഒരു റൂമിൽ നമ്മളിത് കാണുന്നുണ്ട്. ആ ഒരു പിള്ളേർ, ബോയ്സിനെയും ഗേൾസിനെയും അവർ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്ലാസ് എന്ന് വിളിക്കുന്നു. ഇതേപോലെ എന്താണ്? ടീം, അതൊരു കളക്റ്റീവ് നൗണാണ്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഇപ്പോൾ ഫുട്ബോൾ ആകാം, ക്രിക്കറ്റ് ടീമുണ്ട് അല്ലേ? ബാസ്കറ്റ്ബോൾ ടീമുണ്ട്. അതാണ് ബാസ്കറ്റ്ബോളിന് വേണ്ടിയിട്ട് കളിക്കും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ടീമിനെ നമ്മൾ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ടീം എന്ന് വിളിക്കും. സോ ഇതിനെയെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള നൗൺസിനെയെല്ലാം നമ്മൾ എന്താണ് കോമൺ ആയിട്ട് വിളിക്കുന്നത്? കളക്റ്റീവ് നൗൺ എന്നാണ് പറയുന്നത്. അടുത്തത് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നെയിംസ് ആൻഡ് ഐഡിയ, ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് അല്ലേ? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ്. നമുക്ക് എന്താണ്? നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷേ ഈ പറയുന്ന ഐഡിയാസൊക്കെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ അബ്സ്ട്രാക്റ്റ് നൗൺ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് വരുന്നത്? ഐഡിയ, ക്വാളിറ്റി ഓർ സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐഡിയനെയോ ഏതെങ്കിലും ഒരു ചിന്തേനെയോ ഒരു ക്വാളിറ്റി, നമ്മുടെ എന്താണ് വാല്യൂസിനെയോ അല്ലെങ്കിൽ ഒരു അവസ്ഥേനെയോ ഒക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലവ്, ബ്രേവറി, ഓണസ്റ്റി അല്ലേ? ലവ്, ബ്രേവറി, ഓണസ്റ്റി ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ഐഡിയയാണ്. ലവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അതുണ്ട്, നമ്മളൊക്കെ അറിയുന്നുണ്ട്, നമ്മൾ പ്രകടിപ്പിക്കുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കും. ബ്രേവറി ഇതൊരു ക്വാളിറ്റിയാണ് അല്ലേ? സ്ട്രെങ്താണ്. ഓണസ്റ്റി സത്യസന്ധത ഇതൊക്കെ എന്താണ്? അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽസിലുണ്ട്, മനുഷ്യരിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കുന്നു. അബ്സ്ട്രാക്റ്റ് എന്താണ്? ഐഡിയനെയോ ക്വാളിറ്റിനെയോ സ്റ്റേറ്റിനെയോ എന്തെങ്കിലും ഐഡിയാസ്, ചിന്തകളെയോ അല്ലെങ്കിൽ മൂല്യങ്ങളെയോ ഒക്കെ നമ്മൾ എന്ത് വിളിക്കാൻ, നെയിം ചെയ്യാൻ, ഈ പേര് വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ്, അത്തരം യൂസ് ചെയ്യുന്ന നൗൺസിനെ അല്ലെങ്കിൽ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി 5th വൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗണാണ്.
എന്താണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്? തിങ്സ് യു ക്യാൻ സീ ഓർ ടച്ച്. അതായത് എന്താ, നമുക്ക് കാണാനോ തൊടാനോ ഒക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പറ്റുന്ന സംഭവങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ബുക്ക്. ബുക്ക് നമുക്ക് കാണാനും പറ്റും, നമുക്ക് തൊടാനും പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അതെന്താണ്? അതൊരു നൗണാണ്. ബുക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നൗണാണ്. നമ്മൾ വായിക്കാനും എഴുതാനും കൊടുത്തിരിക്കുന്ന സംഭവം. ഞാൻ ഇപ്പോൾ എന്ത് വിളിക്കുന്നു? കോൺക്രീറ്റ് നൗൺ. ക്യാറ്റ്, പൂച്ച. പൂച്ചനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, തൊടാനും പറ്റുന്നത്, നമ്മൾ കൊഞ്ചിക്കുന്നുണ്ട്. ഇതെന്താണ്? ഒരു പേരാണ്, നമുക്ക് നാമമാണ്. അതിനെ നമുക്ക് കോൺക്രീറ്റ് നൗണിൽ ഉൾപ്പെടുത്താം. പെൻ അല്ലേ, പെൻ അല്ലെങ്കിൽ പെൻസിൽ, ഇറേസർ, ഇതൊക്കെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നത് തോന്നുന്നുണ്ട്. അതൊക്കെ എന്താണ്? കോൺക്രീറ്റ് നൗണാണ്. അതായത് നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്നതാണ്. അത് ഏത് പാർട്ടിൽ ഉൾപ്പെടുന്നുണ്ട്? കോൺക്രീറ്റ് നൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി കൗണ്ടബിൾ നൗൺ. എന്തായിരിക്കും കൗണ്ടബിൾ നൗൺ? കൗണ്ട് ചെയ്യാൻ അല്ലേ, നമുക്ക് എണ്ണാൻ പറ്റുന്ന സാധനങ്ങളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നുണ്ട്. അതായത് ബുക്ക്, നമുക്ക് ബുക്ക് എണ്ണാം. ഒരു 5-6 ബുക്ക് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എണ്ണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണ്? കൗണ്ടബിൾ നൗണാണ്. ആപ്പിൾ അല്ലേ, 5 ആപ്പിൾസ്, 6 ആപ്പിൾസ്, 7 ആപ്പിൾ നമ്മൾ പറയാൻ എന്താണ്? ആപ്പിൾ എന്താണ്? ആപ്പിൾ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കുന്നത്, നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? കൗണ്ടബിൾ നൗൺസിൽ വിളിക്കുന്നത്. അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്ന, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിന് നമ്മൾ എന്ത് വിളിക്കും? കൗണ്ടബിൾ നൗൺസ് എന്ന് വിളിക്കും. ഇനി 7th വൺ എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ട്? അൺകൗണ്ടബിൾ ഉണ്ട്. അതായത് കനോട്ട് ബി കൗണ്ടഡ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എണ്ണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ എന്തില്ല? ഹാസ് നോ പ്ലൂറൽ ഫോം. അൺകൗണ്ടബിൾ നൗൺസിന്, നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺസിന് എന്തില്ല? പ്ലൂറലുകളില്ല, അതായത് വചനങ്ങളില്ല. ഫോർ എക്സാമ്പിൾ, അൺകൗണ്ടബിൾ നൗൺസിൽ വരുന്ന അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്ത, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ് ഏതൊക്കെയാണ്? മിൽക്ക്, ഷുഗർ അല്ലേ, ഇതൊക്കെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അതായത് നമുക്ക് മിൽക്കിനല്ലേ, പാലിന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ്? അളന്നെടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. ഷുഗർ, പഞ്ചസാര നമ്മളിങ്ങനെ എണ്ണിയാണോ ഇടുന്നത്? പക്ഷെ അങ്ങോട്ട് എടുത്ത് ആവശ്യത്തിന് അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പം കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്താണ്? നൗൺസ് ആണ്. നമുക്ക് ഒരു പേരുകളാണ്, ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് കൊടുത്തേക്കുന്ന പേരാണ് എന്ത്? നൗൺസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത നൗൺസ് ആണ് എന്ത്? അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് നൗൺ. ലാസ്റ്റ് 8ാമത്തെ ഏതാണ്? കോമ്പൗണ്ട് നൗൺ. അതായത് മെയ്ഡ് ഓഫ് 2 or more വേർഡ്സ്. അതായത് ഒന്നിൽ കൂടുതൽ എന്ത് നൗൺസ് യൂസ് ചെയ്ത് നമ്മൾ വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? കോമ്പൗണ്ട് നൗൺസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ടൂത്ത് പേസ്റ്റ്, ഒന്നും 2 സാധനം, 2 നൗൺസിന് ചേർന്നിട്ട് നമ്മൾ മൂന്നാമതൊരു കോമൺ നൗൺ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേറൊരു ഐറ്റം നമ്മൾ എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോമ്പൗണ്ട് നൗൺ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൂത്ത് പേസ്റ്റ് എന്ന് വിളിക്കുന്നതല്ലോ. പക്ഷേ ഈ ടൂത്ത് പേസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ടൂത്ത് പ്ലസ് പേസ്റ്റാണ്. അതായത് ടൂത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പല്ലിനെ സൂചിപ്പിക്കുന്നതാണ്, ഒരു നൗണാണ്. അതിൻ്റെ കൂടെ പേസ്റ്റ്, നമ്മുടെ എന്താണ്? ഒരു പേസ്റ്റ് രൂപത്തിൽ ഇരിക്കുന്ന ആ ഒരു സംഭവം, അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്തപ്പോൾ എന്ത് പറ്റി? ടൂത്ത് പേസ്റ്റ്. പല്ലിൽ നമ്മൾ തേക്കുന്ന ആ ഒരു പേസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടൂത്ത് പേസ്റ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അതിനെ ക്ലബ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമ്പൗണ്ട് ആയിട്ടുള്ളൊരു വേർഡിനെ കിട്ടിയല്ലേ. പിന്നെ ബെഡ്റൂം. ബെഡ് എന്ന് പറഞ്ഞത് നമ്മൾ കിടക്കാൻ യൂസ് ചെയ്യുന്ന ആ മെത്തേനെയാണ് പറയുന്നത്. റൂം എന്ന് പറയുന്നത് ഒരു മുറിയാണ്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് പറ്റി? ബെഡിനെയും റൂമിനെയും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബെഡ്റൂം എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ്. അതിനെ അങ്ങനെ ക്ലബ് ചെയ്ത് പറയുന്നതിന്, ക്ലബ് ചെയ്ത് യൂസ് ചെയ്യുന്ന നൗൺസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോമ്പൗണ്ട് നൗൺ എന്ന് വിളിക്കും. അപ്പം ഇതൊക്കെയാണ് നൗണും അതിൻ്റെ 8 ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രോപ്പർ നൗൺ ആണ് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തിനെ വിളിക്കുന്നത്. കോമൺ നൗൺ ജനറലായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ കാര്യം വിളിക്കുന്നത്. കളക്റ്റീവ് നൗൺ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് നൗൺ ഒരു ഐഡിയേനെയോ സ്റ്റേറ്റിനെയോ ക്വാളിറ്റീനെയോ കുറിച്ച് പറയുന്നത്.
കോൺക്രീറ്റ് നൗൺ നമുക്ക് തൊടാനും പിടിക്കാനും കാണാനും പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന നൗണിനെ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കും. കോൺക്രീറ്റ് നൗൺ. അടുത്ത കൗണ്ടബിൾ നൗൺസ് അല്ലേ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺസിനെയൊക്കെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുത്തും? കൗണ്ടബിൾ നൗണിൽ പെടുത്തും. അടുത്ത അൺകൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ പറ്റുന്ന കുറേ നൗൺസൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, ആ നൗൺസിനെയൊക്കെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുത്തും? അൺകൗണ്ടബിൾ നൗൺസിലേക്ക് പെടുത്തിയേക്കണം. അതേതാ? കോമ്പൗണ്ട് നൗൺസ് അല്ലേ, ഒന്നിൽ കൂടുതൽ നൗൺസൊക്കെ ചേരുമ്പോൾ അത് എന്താവുന്നുണ്ട്? കോമ്പൗണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ക്ലബ് ചെയ്ത് വന്നിട്ടല്ലേ ഒന്നിച്ച് കൂടുന്നുണ്ട്, നമ്മളെന്ത് വിളിക്കുന്നുണ്ട്? കോമ്പൗണ്ട് നൗണെന്ന് വിളിച്ചേക്കണം. എന്താ നമുക്കെന്താ പാടല്ലേ. ഇനി ഒരു ക്വിസായാലോ? എന്താണിത് കണ്ടുപിടിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോപ്പർ നൗൺ? ഇത് എന്താണ് പ്രോപ്പർ നൗൺ എന്ന് ഉള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. ഓപ്ഷൻ എ റിവർ, ഓപ്ഷൻ ബി ബോയ്, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി ആനിമൽ. ഈ ഒരെണ്ണം കൊണ്ട് ഒരു കോമ്പൗണ്ട് നൗൺ കൊണ്ട് കണ്ടുപിടിച്ചേക്കണം കേട്ടോ. എന്താണ് കോമ്പൗണ്ട് നൗൺ എന്നറിയാം, അത് നോക്കിയിട്ട് ടേബിളാണോ, സൺഷൈനാണോ, ഹാപ്പിയാണോ, റീഡാണോ, ഇതിലേതാണ് കോമ്പൗണ്ട് നൗൺ? രണ്ടും എന്ത് ചെയ്യുക? കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഇത്രയേ ഉള്ളൂ. നൗണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 8 ടൈപ്സ് നൗൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.